എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുട്ടും കടലക്കറി ഉണ്ടാക്കിയാലോ. കേരളീയക്കാരുടെ അഹങ്കാരം. അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 സവാള കട്ട് ചെയ്തത്, ഒരു തക്കാളി, 2 പീസ് ഇഞ്ചി, ഒരു 15 വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നന്നായി വാട്ടി കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 മുറി തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി വാട്ടിയെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ കടലക്കറിക്കുള്ള മസാലകളാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായി അരച്ച് വെള്ളം ഒഴിച്ച് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഞാൻ തലേനാൾ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്ക് അങ്ങനെ തന്നെ ചേർക്കാം. വെള്ളം കളയരുത്. നമ്മൾ കടല വാഷ് ചെയ്തിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാലയും കുറച്ച് ഉപ്പ് കൂടിയും ചേർത്ത് കുക്കറിൽ വെച്ച് ഒരു 10 വിസിൽ അടുപ്പിക്കുക. 10 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ഫ്രൈ പാനിലോട്ട് കടുക്, ചെറിയുള്ളി, കറിവേപ്പില, ഉണക്കമുളക്, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി ചെറിയ സിമ്മിൽ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. എല്ലാം വെച്ച് നന്നായി വറുത്ത് നമ്മുടെ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ കടലക്കറി തയ്യാറായിട്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അതിനുവേണ്ടി ഡബിൾ ഹോഴ്സിന്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. തരിതരിയായി പുട്ടുപൊടി. നിങ്ങൾക്ക് അങ്ങനെ പൊടിച്ചില്ലെങ്കിൽ നിങ്ങളത് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തരിയായി കിട്ടും. അപ്പം ആ പുട്ടുപൊടിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത്, കായത്തിൻ്റെ പൊടി ചെറുതായി അരിഞ്ഞത്, പിന്നെ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് നന്നായി കുഴച്ച് വയ്ക്കുക. ഇനി ഞാൻ നാളികേരം ചെറിയ ചിരട്ടയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ആദ്യം തേങ്ങയും പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് അട്ടിയായി വെച്ച് ഇത് ആവിയിൽ ഇഡ്ഡലി പാത്രത്തിൽ വെക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ചിരട്ടപ്പൂടിനുള്ളത് ചിരട്ട ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ പുട്ടുങ്ങന അതിലേക്ക് കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിടുക. ഇതേപോലെ തന്നെ അങ്ങനെ നമ്മുടെ പുട്ടുകൾ റെഡി ആയിട്ടിരിക്കുകയാണ്. കാലത്തെ പരിപാടി, മലയാളികളുടെ അഹങ്കാരം എന്നൊക്കെ പറയണ പുട്ടും കടലക്കറിയും തയ്യാറായി. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേളിൽ കമൻസ് അറിയിക്കുക. കമൻസ് അറിയിച്ചാൽ മാത്രം പോരാ, എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും വേണം. അപ്പം അടിപൊളി ടേസ്റ്റിൽ പുട്ടും കടലക്കറി തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ? ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി ചൂട് പറക്കണ പുട്ടും ഒരു നേന്ത്രപ്പഴവും മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ കടലക്കറിയും. വാവ്, സൂപ്പർ, അടിപൊളി ടേസ്റ്റാട്ടാ. അപ്പം നിങ്ങളും ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാ ഫ്രണ്ട്സിനോടും പറയാം. ബൈ ബൈ ഫ്രണ്ട്സ്.